പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40 തുടരുകയാണ്. അപ്പോൾ നമ്മോടൊപ്പം കുറച്ച് കർഷകർ കൂടി ചേരുകയാണ്. നമ്മൾ പ്രധാന പ്രശ്നം നമുക്ക് അരുത് അക്രമം, അരുത് ലഹരി തന്നെയാണെങ്കിൽ പോലും കോട്ടയത്ത് വന്നപ്പോൾ ഇവിടുത്തെ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് ഇന്നലെ കൃഷ്ണപ്രസാദൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സാർ, ഞങ്ങൾ കർഷകർ വലിയ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്ക് നെല്ലെടുക്കുക എന്നുള്ള വലിയ വിഷയം, ഞങ്ങളൊരു 160 ദിവസം പണിയെടുത്തിട്ട് അവസാനം ഈ നെല്ലെടുക്കുക എന്നുള്ള വിഷയത്തിലേക്ക് എത്തുമ്പോൾ ഭരണാധികാരികളും മില്ലുടമകളും എല്ലാവരും കൂടി ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയാണ്. എല്ലാ വർഷവും ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്താൽ മാത്രമേ ഈ വിഷയം പരിഹരിക്കപ്പെടുന്നുള്ളൂ. താങ്കൾ എന്താ പറയുന്നത്? 2021 ഏകദേശം 3,09,845 നെൽകർഷകരുണ്ടായിരുന്നു. 2023-24 വർഷമായപ്പോഴത്തേക്ക് അത് 1,98,463 കർഷകരായിട്ട് ചുരുങ്ങി എന്ന് പറഞ്ഞാൽ 1,11,382 കർഷകരാണ് ഈ മേഖല വിട്ടൊഴിഞ്ഞത്. നവകേരളത്തിൽ ഞങ്ങൾ എവിടെയാണ്? 2021 മുതൽ 25 വരെ ഞങ്ങൾക്ക് നെൽവില 1 രൂപ പോലും കൂട്ടി തന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ നെൽവില കൂട്ടുമ്പോഴൊക്കെ തന്നെ ആനുപാതികമായിട്ട് സംസ്ഥാന സർക്കാർ കുറയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് മാത്രമല്ല, കോട്ടയം ജില്ലയിലെ നെല്ല് സംഭരണം നിലവിൽ താറുമാറായി കിടക്കുകയായിരുന്നു. ഇന്നലെ ചർച്ചയിലൂടെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതിൽ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ ലഹരിക്ക് വിരുദ്ധമായിട്ടൊരു ആശയമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യം നമുക്ക് ടേക്കപ്പ് ചെയ്യാം. ഡോണ്ട് വറി. അപ്പം നമുക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം നിൽക്കല്ലേ, നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പോകാം. അപ്പോൾ നമസ്കാരം. അങ്ങയുടെ നാട്ടിൽ വന്ന് നമ്മൾ അങ്ങ് മുന്നേ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. പക്ഷെ അങ്ങോട്ട് നമുക്ക് സ്വകാര്യമായിട്ട് പറയാനുള്ളൊരു കാര്യം, നാട്ടുകാർ കേട്ടോണ്ടിരിക്കുക. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 10% കുഴപ്പം ഈ കാര്യത്തിൽ കേരളത്തിലുണ്ട് എന്നായിരുന്നു ധാരണ. എന്നാൽ 300% പ്രശ്നമുണ്ട് എന്ന് നമ്മൾ ഈ ക്യാമ്പസുകളൊക്കെ സന്ദർശിച്ചപ്പോഴും ചില ആൾക്കാരോട് സ്വകാര്യമായിട്ട് സംസാരിച്ചപ്പോഴും മനസ്സിലായി. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളല്പം ലേറ്റായി പോയി, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ ചില കർക്കശമായ നടപടികൾ പോലീസും എക്സൈസും ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. അതൊരാശ്വാസം. അങ്ങ് ഈ വകുപ്പ് ഭരിച്ച ആളല്ലേ, അപ്പോൾ അങ്ങേക്കിപ്പോൾ എന്താ തോന്നുന്നത്? യഥാർത്ഥത്തിൽ ലഹരി അതിന്റെ സപ്ലൈ കൂടുന്നതാണ് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത്. നിയമപരമായി തന്നെ അതിന് കൂടുതൽ സപ്ലൈ വരികയാണ്. അപ്പോൾ ബാറിന്റെ എണ്ണം കൂടുന്നു, ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്ന സ്ഥലം കൂടുന്നു. ഇതൊക്കെ നമ്മുടെ ഒരു വശത്ത്. മറുവശത്ത് നിൽക്കുന്നത് കുട്ടികൾക്കൊക്കെയാണെന്ന് വരികില്ല. MDMA ഒക്കെയാണ് ഇപ്പോൾ മാരകമായ പ്രശ്നം. മാരകം എന്ന് പറഞ്ഞാൽ അതിമാരകമാണ്. കാരണം മൊട്ടായിക്കകത്ത് ഇത് വെച്ച് കൊടുക്കുകയാണ്. അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം. ഈ പാവങ്ങൾ കുഞ്ഞുങ്ങൾ അറിയുന്നില്ലല്ലോ. ഈ മധുരം നുണഞ്ഞിറക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അവരുടെ രക്തധമനിയിൽ ചെന്നെത്തുന്നത് ഈ ലഹരി പദാർത്ഥം. ലഹരിക്ക് ജീവിതം മുഴുവൻ അടിമകളായി പോവുകയാണ്. അത് വരാതിരിക്കുന്നതിന് വേണ്ടി ശക്തമായ റെയ്ഡ് അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. റെയ്ഡ് എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ആയിട്ട് വേണം. അതിപ്പോൾ എക്സൈസ് വേണം, പോലീസ് വേണം, ബാക്കി സന്നദ്ധ സംഘടനകളും ഇതിനകത്ത് സഹായിക്കണം. ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. നമുക്കുള്ള പ്രധാനപ്പെട്ട നമ്മുടെ അതിർത്തിയൊക്കെ ബ്ലോക്ക് ചെയ്യണം. കാരണം മറ്റു പ്രദേശത്തു നിന്നാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് MDMA പോലെയുള്ളത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്നു എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ട് വരുന്ന നിലപാട്. അതാണെന്ന് വരികിൽ അവിടെ നമ്മളുടെ ചെക്ക് പോസ്റ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യണം, അവിടെ ചെക്ക് ചെയ്യണം. കേരളത്തിലോട്ട് കയറാൻ ഇത് സമ്മതിക്കരുത്. കേരളത്തിനകത്ത് വന്നിട്ടുള്ള സപ്ലൈ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പറ്റും. ഇങ്ങനെ 2-3 രൂപത്തിൽ ഇത് പോയെങ്കിൽ മാത്രമേ സാധ്യമാകൂ. ഇന്ന് ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കമ്പക്കല്ലെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കേരളത്തിലുള്ളതാ, മൂന്നാറിലുള്ളതാ, കഞ്ചാവ് കൃഷിയുടെ കേന്ദ്രമാണ്. നമ്മളിവിടെ ലഹരിക്കെതിരെ ഒരു നീക്കം നടക്കുമ്പോൾ കഞ്ചാവ് കൃഷി നടത്തുന്ന ഒരു സ്ഥലം കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്രയോ അത്ഭുതകരമാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? 4 മനകളുടെ താഴ്വരയുണ്ട്. ആ താഴ്വരയിൽ സുഖമായിട്ട് ആരുകളുടെ ഒന്നും ശ്രദ്ധയില്ലാതെ ഇതൊക്കെ വളർത്താൻ പറ്റും എന്നുള്ള കണ്ടെത്തലിലെത്തിയിട്ടാണ് ഈ നടപടികളൊക്കെ നടക്കുന്നത്. അങ്ങ് നിയമം പഠിച്ച ആളാണ്, എനിക്കറിയാം. ഈ കമ്പക്കല്ലെന്ന് പറഞ്ഞാൽ ഞാനും ആ സ്ഥലം കണ്ടിട്ടുണ്ട്. അവിടെ കഞ്ചാവ് കൃഷിയുണ്ട്. ഈ കഞ്ചാവ് തോട്ടത്തിലേക്ക് നമ്മുടെ എരച്ചു കയറി കഞ്ചാവ് നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഒരു നിയമവിദഗ്ധൻ എന്നുള്ള അങ്ങ് എന്ത് പറയും? കഞ്ചാവ് ഇവർക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റണ്ടേ? 4 മല കടന്നു പോകണം. 16 കിലോമീറ്റർ നടന്നെങ്കിലേ പ്രദേശത്തെത്തൂ. അതിനുശേഷം മലയിടുക്കുണ്ട്. ആ മലയിടുക്കും കഴിയണം, മലയ്ക്ക് മേളിലെത്തണം. ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോഴേക്കും ഈ കഞ്ചാവ് കൃഷിക്കാർ അവരുടെ വഴിക്ക് പോകും. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിൻ്റെ കമ്പക്കലിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ആളിന് പെട്ടെന്ന് അവിടെ വരാൻ പറ്റുകയില്ല. പിന്നെ ഈ 4 മലയിൽ ഇവർ കാവലും ഇരിക്കുകയാണ്. ആളുകളുടെ മൂവ്മെന്റ്സ് ഉള്ളത് അതൊക്കെ ഉണ്ട്. ഞാൻ ഒരിക്കലും ആ വഴി പോയപ്പോ തൂക്കം പിടിച്ച ആൾക്കാരൊക്കെ കണ്ടു. അത് തന്നെ, അതാണ് ഞാനീ പറഞ്ഞത്. മലയ്ക്ക് മേളിൽ അവർ കാവൽ നിൽക്കുകയാണ്. അവസാനം ഇതിന്റെ കൃഷി എല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ ഈ 6 മാസക്കാലം മതി
ആ 6 മാസക്കാലം കൊണ്ട് അവർ വിപണിയിലെത്തും. അത് തടയാൻ നമുക്ക് പറ്റുന്നില്ല. പറ്റണം. അത് ഞാൻ പറയുന്ന ഒരു ജോയിന്റ് എഫേർട്ട് വേണം. അതുണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാവൂ. അങ്ങ് സുഖമായിരിക്കുന്നു? പിന്നെ ആരോഗ്യമൊക്കെ എങ്ങനെ? ഒരു കുഴപ്പമില്ല. നന്നായിരിക്കട്ടെ. നമ്മുടെ തിരുവഞ്ചൂർ കണ്ടിട്ട് കുറച്ചു കാലമായിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു അത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരുപാട് പരിചയമുണ്ട്.